ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 1ാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്കിതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് എത്ര എണ്ണം കറക്റ്റായി എന്നൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ 1ാം ക്ലാസ്സിലെ മക്കൾക്കും കൂട്ടുകാർക്കും നമ്മുടെ ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണണേ. അപ്പം നമുക്ക് നോക്കിയാലോ, 1ാം ക്ലാസ്സിൻ്റെ നിങ്ങൾ ഇന്ന് എഴുതിയ ഇൻ്റഗ്രേഷൻ ചോദ്യപേപ്പറാണിത്. അതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. കണ്ടല്ലോ, ഇതാണ് നിങ്ങൾ ഇന്ന് എഴുതിയ പരീക്ഷ 2026-27 ഉദ്ഗ്രഥനം 2ാം ദിവസം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രവർത്തനം 6 മുതലാണ് വരുന്നത്. ഇതളുകൾ വരച്ചു ചേർക്കൂ. ഡാലിയ, കോളാമ്പി, ചെമ്പരത്തി, അരളിപ്പൂവ്, ചെണ്ടുമല്ലി, നിത്യകല്യാണി, ആമ്പൽ, മുല്ല. കണ്ടല്ലോ, അരളിപ്പൂ, കോളാമ്പി, ചെമ്പരത്തി, മുല്ല, നിത്യകല്യാണി. അടുത്തത് പൂമരം. വായിക്കാം, വരയ്ക്കാം, നിറം നൽകാം. കറുത്ത മാനം, വലിയ മല, പൂമരം, പച്ചത്തത്ത, പാറുന്ന പറവ. ഇതുപോലെ നിങ്ങൾക്ക്, ഇതുപോലെയല്ല, നിങ്ങൾ എങ്ങനെയാണോ വരച്ചത് അങ്ങനെ മതി കേട്ടോ. പച്ച കളറും ചെടികൾക്കെല്ലാം നിറവും എല്ലാം കൊടുത്ത് പറവേനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമേ. അടുത്തത് പ്രവർത്തനം 8, വിരുന്നു വന്നവർ. ഇവർക്കെല്ലാം നമ്മൾ വഴി കാണിക്കണം കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ പക്ഷിക്ക് നമ്മളിതാ ഇതുപോലെ വഴി കാണിച്ചിട്ടുണ്ട്. അടുത്ത പക്ഷിക്ക് നമ്മൾ മീനിലേക്ക് വഴി കാട്ടണം. അടുത്ത പക്ഷിക്കും നമ്മൾ താഴത്തെ ധാന്യങ്ങളിലോട്ട് വഴി കാണിക്കണം. അടുത്തത് നോക്കൂ, ഞാൻ എന്ത് തിന്നും എന്ന് സങ്കടപ്പെട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടോ? ഇയാൾ എന്തായിരിക്കും കഴിക്കുക? ഇല അല്ലെ, പുഴുവാണ്. അത് ഇലകളായിരിക്കും കഴിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡ് തന്നെ ലഭിക്കും. അടുത്തത് പ്രവർത്തനം 9, പറക്കുന്നവർ. കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ, നിറം നൽകൂ. അപ്പോൾ പരുന്ത്, പറക്കുന്ന പക്ഷികൾ കാക്ക, പൊന്മാൻ, തത്ത, കുരുവി, ഇതെല്ലാം പറക്കുന്നതാണ് കേട്ടോ. അടുത്തത് പ്രവർത്തനം 10, പൂവും കൂട്ടുകാരും. വരച്ചു ചേർക്കൂ. കണ്ടോ, പൂവും കൂട്ടുകാരിൽ നമ്മൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? തേനീച്ച, വണ്ട്, പൂമ്പാറ്റ, തേൻകുരുവി അല്ലേ, എല്ലാം വരച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ വരച്ച് ചേർത്തണം. പൂവിൻ്റെ കൂട്ടുകാരാർക്ക്, പൂവിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വരച്ച് ചേർത്തിയാൽ മതി. കണ്ടെത്തൂ, എഴുതൂ. വെള്ളത്തിൽ നീന്തും, ഞാൻ മീനല്ല, ഞാൻ ആര്? താറാവ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യപേപ്പർ. അപ്പോൾ കൂട്ടുകാർക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. തുടർന്ന് വാച്ച് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.